യൂട്യൂബിൽ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു റീസൺ എന്ന് പറയുന്നത് ഡെഡ് സബ്സ്ക്രൈബേഴ്സ് എല്ലാമാണ്. അതായത് നിങ്ങളുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് അവർ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ല എങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടാൻ ഇത് കാരണമാകും. അതിനാൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ട്രിക്ക് എല്ലാം യൂസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോബ്ലം എല്ലാം ഇതെല്ലാം തന്നെ റിക്കവർ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ സബ് എല്ലാം ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇടുന്ന ഈ ഒരു കണ്ടന്റ് ഒന്നും അവർ കാണുന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് അവർ ഈ ഒരു വീഡിയോ എല്ലാം വന്നതിന് ശേഷം ഓപ്പൺ ചെയ്ത് കുറച്ച് സെക്കൻഡ് എല്ലാം കണ്ടതിന് ശേഷം ഇതെല്ലാം ക്വിറ്റ് ചെയ്ത് പോവുകയെല്ലാമാണ്. അപ്പോൾ ഇത്തരത്തിലെല്ലാം വരുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഇത് മറ്റുള്ളവർക്ക് താല്പര്യപ്പെടുന്നില്ല എന്ന് കരുതി യൂട്യൂബ് തന്നെ ഇത്തരത്തിൽ ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. അതിനാൽ തന്നെ നല്ല രീതിയിൽ ഒരു വ്യൂസിലേക്ക് പോകാനൊന്നും നിങ്ങളുടെ വീഡിയോയ്ക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള ഒരു അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ മിക്സഡ് കണ്ടന്റ് എല്ലാം ചെയ്യുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ കുറേ അധികം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിൽ ഇപ്പോൾ ഒരു ഷോർട്സ് വീഡിയോസിന് ഇതിന് നിങ്ങൾ ഇപ്പോൾ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല, ചില മ്യൂസിക് എല്ലാം കൊടുത്തു, അതിലേക്ക് പല രാജ്യത്തു നിന്നും നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നു എന്ന് കരുതുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നുവെങ്കിലും നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുക എന്നല്ലാതെ ആ ഒരു സബ്സ്ക്രൈബർ കൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല. കാരണം ഇത്തരത്തിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും മലയാളം വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും താല്പര്യമൊന്നും ഉണ്ടാകില്ല. അതിനാൽ തന്നെ അവർ ഒന്നും ഈ ഒരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്തു പോവുകയെല്ലാം ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനായി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ എല്ലാം കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡിലെല്ലാം ആണെങ്കിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഈ ലൈസൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ താഴത്തായി വന്നിരിക്കുന്നത് കാണാം. പബ്ലിഷ് ടു സബ്സ്ക്രൈബേഴ്സ് ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇത് നിങ്ങൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ടിക്ക് ചെയ്യാതെ അൺടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സിനൊന്നും വീഡിയോസ് ഒന്നും കാണിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വ്യൂവേഴ്സിലേക്കെല്ലാം ആയിരിക്കും നമ്മുടെ വീഡിയോ എല്ലാം എത്തുന്നത്. അതിനാൽ തന്നെ അവർ കൂടുതൽ നേരമെല്ലാം നിങ്ങളുടെ വീഡിയോ എല്ലാം കാണുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി സജസ്റ്റ് ചെയ്യുകയും നല്ല രീതിയിൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഡെഡ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ കാര്യത്തിലാണ് ഞാൻ ഈ ഒരു കാര്യമെല്ലാം പറയുന്നത്. അതായത് നിങ്ങൾ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷവും അതിലേക്ക് വ്യൂസ് ഒന്നും വരുന്നില്ല, ഒരുപാട് ഡെഡ് സബ്സ്ക്രൈബേഴ്സ് എല്ലാമാണ് നിങ്ങളുടെ ചാനലിലുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യമെല്ലാം ഇതെല്ലാം തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ചാനൽ ഗ്രോത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റേറ്റർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചാനലെല്ലാം നോക്കി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോമ്പറ്റേറ്റേഴ്സിൻ്റെ വീഡിയോ അതുപോലെ കോപ്പി ചെയ്ത് അതിൽ മാറ്റങ്ങൾ ചെറുതായെല്ലാം വരുത്തി അങ്ങനെ വീഡിയോ എല്ലാം ചെയ്യുന്നതെല്ലാമാണ്. എന്നാൽ നമുക്ക് എല്ലാ വീഡിയോസും അവരുടെ ഇത് ട്രെൻഡിങ് ആണോ എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഉദാഹരണമായി ജസ്റ്റ് ഒരു ചാനലെല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. മിലൻ തോമസ് എന്ന ഈ ഒരു ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആപ്പിൾ റിവ്യൂ എല്ലാം പറയുന്ന ഒരു ചാനലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എക്സാമ്പിളിന് വേണ്ടി ഈ ഒരു ചാനലെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വിഡൈക്യൂവിൻ്റെ ഒരു ഐക്കൺ എല്ലാം വന്നിട്ടുണ്ട്. അതായത് വിഡൈക്യൂ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഇത് ലഭിക്കുന്നത്. അതിനുശേഷം ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വ്യൂ ട്രെൻഡിങ് വീഡിയോസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇപ്പോഴും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോമ്പറ്റേറ്ററുടെ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അവരുടെ വീഡിയോയിൽ ട്രെൻഡിങ് ആയി ആളുകൾ കാണുന്ന വീഡിയോസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും.
അതുപോലെ ഒരു മണിക്കൂറിൽ എത്രത്തോളം വ്യൂസ് എല്ലാം ഉണ്ട് എന്ന് കൂടി നമുക്കിവിടെ കാണാം. 378 വ്യൂ പെർ ഹവർ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിന് 378 വ്യൂസ് എല്ലാം ഈ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരു നല്ല ഡിസിഷൻ എല്ലാം എടുക്കാനും ഈ ഒരു കാര്യം നിങ്ങളെ സഹായിക്കും. അതായത് ട്രെൻഡിങ് ടോപ്പിക്കുകളെ കുറിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ച് വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചാനലിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, യൂട്യൂബിൽ നമ്മൾ കൺസിസ്റ്റൻ്റായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു ലോങ് ഫോം വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തു, അതിനുശേഷം ഈ ലോങ് ഫോം വീഡിയോസിലേക്ക് വ്യൂസ് എല്ലാം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ അടുപ്പിച്ചെല്ലാം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ അത് ഓഡിയൻസിലേക്ക് എത്തുന്നതിന് ഇടയിൽ തന്നെ നമ്മൾ അതിന് ഒരു തടസ്സമെല്ലാം ചെയ്യുകയാണ് ചെയ്യുന്നത്, മറ്റൊരു വീഡിയോ വളരെ അടുത്തായി തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു കാര്യവും തുടക്കക്കാരായ യൂട്യൂബേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ഷോർട്സ് വീഡിയോ എല്ലാമാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഷോർട്സ് വീഡിയോസിലേക്ക് വ്യൂസ് അധികം ആദ്യം കുറച്ച് അവേഴ്സിലൊന്നും വരുന്നില്ല എന്ന് കരുതി വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ, അതായത് അടുത്തൊരു ഷോർട്സ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുക. ആ ഒരു വീഡിയോ അത് യൂട്യൂബ് നല്ല രീതിയിൽ എല്ലാവരിലേക്കും എത്തിച്ചതിന് ശേഷം അതിൽ നിന്നും നല്ല വ്യൂസ് എല്ലാം വന്നതിന് ശേഷം നിങ്ങൾ അടുത്ത ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് വരേണ്ട വ്യൂസിനെ കൂടി തടസ്സപ്പെടുത്തുകയാണ് മറ്റൊരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ തുടക്കക്കാരായ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത്തരത്തിൽ നല്ല നല്ല ഇൻഫോർമേറ്റീവായ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്